Stotram, stotram. Praise the Lord. സ്തോത്രം പറഞ്ഞാട്ടെ എല്ലാവരും. Hallelujah. Gloria a Dios. എല്ലാവരും ചേർന്ന് ഒരു ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise the name of the Lord. It's so wonderful to be at Kerala Convention again. കേരള സ്റ്റേറ്റിലുള്ള കൺവെൻഷനിൽ വീണ്ടും ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന വിലയേറിയ സന്ദർഭം എത്ര അത്ഭുതകരമായിരിക്കുന്നു. I give honor to the Father, the Son, and the Holy Spirit. ഞാൻ ഇന്ന് പൽക്കാലം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നു. And together we declare that the Spirit of the Lord is here. And where the Spirit of the Lord is, there is liberty. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി അത് പ്രഖ്യാപിക്കുകയാണ്. Hallelujah. Jesus Christ is preeminent in this place. യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Let's worship our Lord with a hand clap of praise tonight. എല്ലാവരും നന്നായിട്ട് കരമടിച്ച് നമ്മുടെ യേശു കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. Hallelujah. Praise the Lord. I also want to give my warmest love and greetings and respect to Pastor Casey John and Pastor PJ James, all the state council, all of the state office, all the leadership of Church of God in Kerala. ഇവിടെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ.സി. ജോൺ സാറ്, പി ജെയിംസ് സാറ്, കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, ഇവിടെ ആയിരിക്കുന്ന ആധുനിക കർത്തദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ അഖേദവുമായിട്ടുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. I give honor and love to all of these special invited persons who are here to participate in the convention. ഈ രാത്രികാലം നമ്മുടെ മധ്യത്തിൽ വിശിഷ്ട അതിഥികളായിട്ട് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God for the great team of leadership which is sitting on this platform tonight. അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരുടെ ഒരു നിര ഈ സ്റ്റേജിൽ ഇന്ന് രാത്രികാലം ഉള്ളതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. We know that our church is a spiritual organism because it is born of God. നമ്മുടെ സഭയെന്ന് പറയുന്നത് ഒരു ആത്മീയ സൗധമാണ്. അത് ദൈവത്താൽ കെട്ടുപണിയുന്നതാണ്. But we also recognize the church as a human institution, and God has deposited great faith in the leadership of the church to do the work of the ministry. അങ്ങനെ നമ്മുടെ നേതൃത്വത്താൽ അലങ്കരിക്കപ്പെട്ട ഒരു സൗധം കൂടിയാണ് ദൈവസഭ എന്ന് പറയുന്നത്. അവരിൽ ദൈവത്തിന്റെ വിശ്വാസം പകർന്നു കൊടുത്തിട്ടുണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട്. I bring you greetings from my family and also from our international leaders, Dr. Mark Williams and Dr. Tim Hill. ടിം ഹില്ലിൽ നിന്നും ഡോക്ടർ മാർക്ക് വില്യമിൽ നിന്നും അതുപോലെ എന്റെ കുടുംബത്തിൻ്റെതുമായിട്ടുള്ള വന്ദനം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. Both of our top leaders for Church of God International have visited India and they send you their love and their prayers for this convention. ഈ പറഞ്ഞ ദൈവദാസന്മാർ നമ്മുടെ കേരളത്തിൽ സന്ദർശിച്ച് ദൂത് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നവരാണ്. അന്തർദേശീയ തലത്തിൽ നമ്മുടെ നേതാക്കളായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവരുടേതായിട്ടുള്ള പ്രത്യേക വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. All of our global church around the world sends their love and their greetings. ഈ ദൈവസഭയുടെ അഖില ലോകമായിരിക്കുന്ന എല്ലായിടത്തു നിന്നുള്ള വന്ദനം നിങ്ങളെ അറിയിക്കുകയാണ്. It is my great joy to have participation with you tonight in this service. ഇന്ന് രാത്രികാലം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I want you to stand with me tonight for the reading of God's word. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം ഞാൻ വായിക്കുവാൻ പോകുകയാണ്. അതിനായിട്ട് നിങ്ങൾ എല്ലാവരും എന്നോടുകൂടി ഒന്ന് ദയവായിട്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. The theme for this convention is found in Philippians chapter 2 starting in verse 5. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ കൺവെൻഷന്റെ തീമായിട്ട് നിലകൊള്ളുന്നത്. The word of God said, "Let this mind be in you which was also in Christ Jesus." അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Who being in the form of God did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bondservant and coming in the likeness of man. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി And being found in appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി.
Wherefore God has also highly exalted him and given him a name which is above every name, that at the name of Jesus every knee should bow and every tongue should confess of things in heaven and things in earth and things under the earth, that Jesus Christ is Lord, to the glory of God the Father. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. Hallelujah. ഒരൊക്കെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Would you say that name together with me tonight? ഈ നാമം ഒരുമിച്ച് എന്നോടുകൂടെ ഇന്ന് രാത്രികാലം നിങ്ങൾ പറയുമോ? Jesus. യേശുവേ, Yeshua. യേശുവേ, Yeshua. യേശുവേ. Hallelujah. Let's worship him once again with an നന്നായി applause. കരമടിച്ച യേശു കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് നന്നായി കരങ്ങൾ തട്ടി ഇന്ന് രാത്രികാലം ആ യേശു കർത്താവിന് നന്ദി അർപ്പിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. Hallelujah. You may be seated. God bless you. നിങ്ങൾ എല്ലാവരും ദയവായിട്ട് ഇരുന്നാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. In order to have the mind of Jesus, we must think like he thinks. യേശു ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു ചിന്തിക്കുന്നത് പോലെ നാം ചിന്തിക്കണം. The first and most important character about Jesus is his humility. യേശുവിന്റെ ജീവിതത്തിലെ പ്രധാന സ്വഭാവത്തിലെ ഒരു സ്വഭാവമാണ് താഴ്മ എന്നുള്ളത്. He left the splendor of his glory and he came to this earth and he served as a bond servant so that all might come to know salvation. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് നമുക്ക് ഈ രക്ഷ കരസ്ഥമാക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തു. Jesus was sent by the Father as a missionary to this earth. ഈ ലോകത്തിലേക്ക് യേശു കർത്താവിനെ പിതാവായ ദൈവം ഒരു മിഷണറി ആയിട്ട് അയച്ചു. Therefore, if we are to have the mind of Christ, we must have the humility of a missionary. അതുകൊണ്ട് യേശുവിലുള്ള ആ ഭാവം തന്നെ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ആ താഴ്മ എന്ന ഭാവം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. The missionary is called to serve the needs of other people. മിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവരെ നയിക്കുക എന്നുള്ളതാണ് ഒരു മിഷണറിയിൽ ദൗത്യം അടങ്ങിയിരിക്കുന്നത്. There's a beautiful story of God sending power in Genesis chapter 24. ഇതാ ഉൽപ്പത്തി പുസ്തകത്തിൽ അയക്കുന്നതിനെ കുറിച്ച് ഒരു മനോഹരമായിരിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. It is the story of Abraham, who was well advanced in years and he was concerned about the wife for his son Isaac. ഇതാ അബ്രഹാമിന്റെ ചരിത്രം. തന്റെ ഭാര്യ, തന്റെ മകൻ ഇസഹാക്ക് എന്നുള്ളതായിട്ടുള്ള ആ സംഭവകഥ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. And so Abraham called his trusted servant and he gave him a specific mission to go to the land of his fathers and to find a bride for his son Isaac. ഇതാ ഈ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ സ്വീകരിപ്പാനായിട്ട് എലിയാസറിനെ പറഞ്ഞയക്കുന്ന ഒരു ദൗത്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. In the same way that Abraham sent his servant to find the bride for his son, God has sent Jesus to this earth to prepare the bride of Christ. ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അയക്കുന്നത് പോലെ തന്റെ പുത്രനെ ഇഹലോകത്തിലേക്ക് ഒന്ന് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്റെ പുത്രനെ വിട്ടു. It is interesting that in Genesis chapter 24 the name of the servant is never mentioned. അവിടെ ആ ദാസന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. This once again points to the attitude of service and selflessness of the missionary mindset. അവിടെ ഇതാ ഒരു ദാസ്യന്റെ മനോഭാവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താഴ്മയുള്ള മനോഭാവം അതാണ് വേണ്ടത്. How many of you are ministers of the Lord tonight? Lift your hand. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായിട്ട് ഉള്ളവർ എത്ര പേരുണ്ട്? അവരൊന്ന് കരമുയർത്തിയാട്ട്. Hallelujah. These are the missionaries which God has called and sent into the world to fulfill the mission of Christ. എന്നെയും നിങ്ങളെയുമാണ് ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ. And when Christ sends us forth
It is not about building our name. It is not about building our reputation. It is not about others giving us fame or fortune. It is about serving mankind and fulfilling the Great Commission on this earth. കർത്താവായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആർക്കെങ്കിലും ഒരു പേരുണ്ടാക്കുവാനോ പ്രശസ്തി ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് കടന്നുപോയി ശുശ്രൂഷക്കാരായി തീരുവാൻ വേണ്ടിയാണ് കർത്താവിനെ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു തന്നത്. Hallelujah. Let us have the mind of Christ, which is a missionary mind. നമുക്ക് കർത്താവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ. അത് ഒരു മിഷണറി മനോഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. A mind which is open to cross the cultural and the gender barriers. അങ്ങനെ മിഷണറി എന്ന് പറയുന്നത് ഒരു സംസ്കാരം വിട്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് പോയി കർത്താവിന്റെ വേല ചെയ്യുന്നവനും കൂടി ആയിരിക്കണം. In many occasions we find Jesus ministering to women, which was a cultural taboo for his time. 23. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, which says, so all this was done that it might be fulfilled, which is spoken by the Lord through the prophet, saying, behold, the virgin shall be with child and bear a son, and they shall call his name Emmanuel, which interpreted is God with us. ഇതാ പ്രവചനം നിവർത്തീകരിക്കുവാനായി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Oh yes, Jesus is more than a teacher. യേശു ഒരു ഗുരുവിനേക്കാൾ വലിയവനാണ്. Jesus is more than a prophet. യേശു പ്രവാചകനേക്കാൾ വലിയവനാണ്. Jesus is more than a miracle maker. യേശു അത്ഭുതം ചെയ്യുന്നവനേക്കാൾ വലിയവനാണ്. He is the second person of the Godhead. തൃത്വത്തിൽ രണ്ടാമനാണ് യേശു കർത്താവ്. And as our God, he has the power to sanctify us. ആ ദൈവമായിരിക്കുന്നതുകൊണ്ട് അവനെ നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിവുമുണ്ട്. We have the witness of the apostle Thomas. ഇതാ യോഹന്നാന്റെ ആ യേശുവിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗം ശ്രദ്ധിക്കുമ്പോൾ, in the book of John chapter 20 verse 28, 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ, Jesus had appeared to the disciples. ഇതാ യേശു ശിഷ്യന്മാരോട്, and they shared the resurrection story with Thomas. ഇതാ തോമസുമായിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ ആ കാര്യം പറയുമ്പോൾ, and we all know the response of doubting Thomas. ഇതാ തോമസിന്റെ സംശയിക്കുന്നതായിട്ടുള്ള മനോഭാവം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. Thomas says, unless I see the print of the nails in his hand, and unless I can thrust my hand into his side, then I shall not believe. ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈയിടാതെ അവന്റെ മുറിവിൽ എന്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്നാണ് യേശുവിനോട് ആ യേശുവിനെ കുറിച്ച് തോമസ് പറയുവാനായിട്ട് ഇടയാക്കിയത്. But 8 days later the disciples were gathered together again, and Jesus appeared before them, and the scripture says the door was closed. ഇതാ 8 ദിവസം കഴിഞ്ഞപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥാനത്ത് അവരുടെ വാതിലടച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ വാതിലടച്ചിരിക്കുമ്പോൾ തന്നെ യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷനായി. Then the apostle Thomas uttered those famous words which are posted on a monument in a hillside in Chennai, which says, my Lord and my God. ഇതാ അപ്പോൾ തോമസ് പറയുന്ന വാക്യങ്ങൾ, ആ വാക്കുകൾ എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ട്. എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അനുദപിച്ചു നിലവിളിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. Hallelujah. Hallelujah. We have many evidences in scripture that about the deity of Jesus Christ. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന അനേക വചനങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We have the testimony of Paul in Colossians chapter 2 verses 9 and 10. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, which says, for in him dwells the fullness of the Godhead bodily. സകല ദൈവ അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണ്ണതയും ദേഹരൂപമായി ഇറങ്ങി വസിക്കുന്നത്. And you are complete in him, നിങ്ങൾ അവനിൽ പരിപൂർണരാണ്. who is the head of all principality and power. അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മേളിലുള്ളവനാണ്, തലയായവനാണ്. Oh yes, Jesus is more than a good man. യേശു നല്ല മനുഷ്യനേക്കാൾ വലിയവനാണ്. Jesus is more than a prophet. പ്രവാചകനേക്കാൾ വലിയവനാണ്. Jesus is more than a miracle maker. അത്ഭുതം ചെയ്യുന്നവനേക്കാൾ വലിയവനാണ് യേശു. He is the second person of the Godhead. തൃത്വത്തിൽ രണ്ടാമനാണ് യേശു കർത്താവ്. Hallelujah. Hallelujah. And we can trust him with our lives. നമ്മുടെ ജീവിതത്തിൽ അവനിൽ ആശ്രയിക്കുവാൻ കഴിയും.
Then we have evidence in Revelation chapter 1 verse 8. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ Jesus himself declares himself to be God. യേശു തന്നെ ദൈവമാണെന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. He says about himself, I am the Alpha and the Omega, the beginning and the end, says the Lord. യേശുവോട് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ആദ്യനും അന്ത്യനുമാകുന്നു. Who was and who is to come. ഞാൻ വന്നവനും വരുന്നവനും ഇരിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. Who is this Lord Jesus that we worship tonight? ആ കർത്താവിനെയാണ് ഇന്ന് രാത്രികാലം നാം ആരാധിക്കുന്നത്. He is more than a teacher. അവൻ ഗുരുവിനേക്കാൾ വലിയവനാണ്. He is more than a prophet. പ്രവാചകനേക്കാൾ വലിയവനാണ്. He is more than a miracle maker. അത്ഭുതം ചെയ്യുന്നവനേക്കാൾ വലിയവനാണ്. He is the essence and the power and the authority of God. ഇതാ ദൈവത്തോടുള്ള സമത്വമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. He is the second person of the divine Trinity. ഇതാ തൃത്വത്തിൽ രണ്ടാമനാണ് യേശു കർത്താവ്. Then we have the witness of God the Father himself. ദൈവത്തിന്റെ തന്നെ സാക്ഷ്യം യേശുവിനെ കുറിച്ചുള്ളത് നമുക്ക് കാണാം. In Hebrews chapter 1 and verse 8. എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ The Lord God the Father says this. പിതാവാം ദൈവം പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. But to the Son he says, പുത്രനോടോ, your throne, O God, is forever and ever. നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. Oh yes, Jesus is more. യേശു എല്ലാറ്റിനേക്കാളും വലിയവനാണ്. Jesus is more. യേശു വലിയവനാണ്. Jesus is all sufficient. യേശു എല്ലാത്തിനും മതിയായവനാണ്. He is preeminent in all things. യേശു ഉള്ളവനാണ്, നമ്മുടെ നടുവിലുള്ളവനാണ്. He's the rose of Sharon. ശാരോനിലെ പനിതുയർ പുഷ്പമാണ് യേശു. He's the lily of the valley. അതാ താഴ്വരയിലെ താമരയാകുന്നു നമ്മുടെ കർത്താവ്. He's the fairest of 10,000. 10,000ങ്ങളിൽ സുന്ദരനാണ് യേശു. He is the rock. യേശു പാറയാണ്. He is our fortress. നമ്മുടെ സങ്കേതമാണ്. He is our daily bread. നമ്മുടെ ജീവന്റെ അപ്പമാണ്. He is the good shepherd. അവൻ നല്ല ഇടയനാണ്. He is the first and the last. അവൻ ആദ്യനും അന്ത്യനുമാണ്. He is the King of kings. അവൻ രാജാധിരാജാവാണ്. He is the Lord of lords. അവൻ കർത്താധി കർത്താവാണ്. He is our Savior. നമ്മുടെ രക്ഷിതാവാണ്. He is our sanctifier. നമ്മളെ ശുദ്ധീകരിക്കുന്നവനാണ്. He is the baptizer with the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനം കഴിപ്പിക്കുന്നവനാണ്. He is the healer of our sick bodies. നമ്മുടെ രോഗമുള്ള ശരീരത്തെ സൗഖ്യമാക്കുന്നവനാണ്. He is our soon coming King. അവൻ വേഗം നമുക്ക് വേണ്ടി രണ്ടാമതായിട്ട് കടന്നു വരുന്ന Hallelujah. കർത്താവാണ്. Hallelujah. We worship you, Lord Jesus. Praise the Lord. Hallelujah. Hallelujah. Bless your holy name, Lord Jesus. Amen. Jesus is fully divine. യേശു ദൈവമാണ്. And Jesus is fully human. അതുപോലെ പൂർണ്ണ മനുഷ്യനുമാണ് യേശു. This is the mystery of the Christ. ഇതാണ് യേശുവിനെ കുറിച്ചുള്ള മർമ്മം. He is 100% God. അവൻ 100% ദൈവവും and he is 100% human. 100% മനുഷ്യനുമാണ്. The scripture teaches us that we have a high priest who understands our infirmities. ഇതാ എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. Jesus knows exactly how you feel. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ അനുഭവിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രികാലം നിന്നെ അടുത്തറിയുന്ന ഒരു കർത്താവാണ് ഇവിടെയുള്ളത്. Hallelujah. He knows what you're going through. ഇന്ന് രാത്രികാലം നീ കടന്നു പോകുന്ന വ്യഥകളെ അവൻ അറിയുന്നവനാണ്. He knows your joy and he knows your struggle. നിന്റെ സന്തോഷവും കഷ്ടപ്പാടും മനസ്സിലാക്കുന്ന ഒരു ഉത്തമനായ യേശുവാണ് ഇവിടെയുള്ളത്. He knows the passion of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ വികാര തീവ്രത മനസ്സിലാക്കുന്ന ഒരു യേശുവാണ് ഇവിടെയുള്ളത്. He knows your hope and he knows your disappointment. നിങ്ങളുടേതായിട്ടുള്ള പ്രത്യാശയും നിരാശയും അറിയാവുന്നവനാണ്. Jesus has been tempted in all points, yet without sin. പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു യേശുവാണ് നമുക്കുള്ളത്. He is fully God and he is fully human. അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവവുമായിരുന്നു. In John chapter 2 we have the beautiful story of Jesus' first public miracle.
ഇതാ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ആദ്യ അത്ഭുതം കാണുവാൻ കഴിയുന്നു. We know that Jesus was invited to a wedding and there the wine finished early. ഇതാ യേശുവിനെ ഒരു കല്യാണ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയി. I read this story, Pastor, and I don't understand the feeling of that couple. എന്നാൽ ഞാൻ ഈ വേദഭാഗം വായിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള മണവാളന്റെ മണവാട്ടിയുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. Today, Pastor P.J. James and myself were invited to a wedding. ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയറേയും അതുപോലെ ഞാനും ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. There was no wine on the table. അവിടെ വൈനൊന്നും ഇല്ലായിരുന്നു. We don't even use wine. നമ്മൾ വൈനൊന്നും ഉപയോഗിക്കാറുള്ളവരല്ല. So I read this story and I ask the question, what was the importance? എന്നിട്ട് ഞാൻ ഈ വേദഭാഗം വായിച്ചിട്ട് ഇപ്രകാരം ചോദിച്ചു, എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം? If the wine was finished, then they could drink tea. അവിടെ വീഞ്ഞു തീർന്നു പോയെങ്കിൽ ചായ കുടിക്കണമെന്നേ. What's the problem? എന്താ പ്രശ്നം? And you know, that's the way we relate to other people. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നത്. In reality, I don't relate to the problem of this young couple. ഈ വാസ്തവത്തിൽ ഇവിടെയുള്ള ഈ മണവാളിന്റെ മണവാട്ടിയുടെ പ്രശ്നവുമായിട്ട് ഞാനൊന്ന് ഇടകി ചേർന്നില്ല എന്നുള്ളതാണ് വിഷയം. Because I am from a different time and a different cultural context. ഞാൻ ഇപ്പോഴുള്ള സമയത്തുള്ളവനും പ്രത്യേക സംസ്കാരത്തിലുള്ളവനും ആയതുകൊണ്ട് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. And for me, it doesn't even sound like a real problem. ഇതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്കൊന്നും തോന്നുന്നൊന്നുമില്ല. But listen, I want you to understand something special and unique about Jesus. എന്നാൽ യേശുവിന്റെ അതുല്യത ഇന്ന് രാത്രികാലം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. Whether your problems are big or small in the eyes of other people, Jesus understands your heart and your feeling. ഇന്ന് രാത്രികാലം നിന്റെ പ്രശ്നം വലുതോ ചെറുതോ ആയിട്ട് മറ്റുള്ളവർ കരുതിക്കൊള്ളട്ടെ. പക്ഷേ യേശു നിന്റെ പ്രശ്നത്തെ അതേപോലെ മനസ്സിലാക്കുന്നവനാണ്. Hallelujah. Jesus hears you when you cry. നീ കരയുമ്പോൾ യേശു അത് മനസ്സിലാക്കുന്നുണ്ട്. Jesus hears your prayer in times of weakness and loneliness. നിന്റെ ഏകാന്തതയിലും നിന്റെ ബലഹീനതയിലും നീ മോങ്ങി മോങ്ങി കരയുന്നത് യേശു അറിയുന്നുണ്ട്. You've tried to express yourself to other people. Maybe even your spouse or maybe even another minister doesn't understand your problem. നിങ്ങളുടെ കുടുംബ പങ്കാളിയോട് പങ്കുവച്ചാൽ ചിലപ്പോൾ അവർക്ക് പോലും മനസ്സിലാകത്തില്ല. മറ്റുള്ളവരോട് പങ്കുവച്ചാൽ അവർക്ക് പോലും മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ. They pass you off as if it were nothing. നിന്റെ പ്രശ്നം ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവർ നിന്നെ പിന്തള്ളി മാറിപ്പോകുമ്പോൾ, but there is no problem too big or too small for our Lord Jesus. എന്നാൽ ഇന്ന് രാത്രികാലം പ്രശ്നം അവന് വലുതല്ല, ഏറ്റവും വലുതല്ല, ചെറുതുമല്ല. The scripture says, cast all of your care upon him because he cares for you. ഇന്ന് രാത്രികാലം സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നു. Tonight I want you to know that Jesus understands where you're walking today. ഇന്ന് രാത്രികാലം നീ നടക്കുന്ന വഴികളെ മനസ്സിലാക്കുന്നവനാണ് യേശു. He knows what you went through last week. കഴിഞ്ഞ ആഴ്ചയിൽ നീ കടന്നുപോയ വിഷയങ്ങളൊക്കെ യേശു മനസ്സിലാക്കിയിട്ടുണ്ട്. He understands the struggle in your ministry. നിന്റെ ശുശ്രൂഷയിൽ വന്ന പങ്കപ്പാടുകളെ മനസ്സിലാക്കിയവനാണ് യേശു. He understands the financial difficulty you're going through. നീ കടന്നുപോകുന്ന സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിലാക്കുന്ന ഒരു യേശുവാണെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? He understands the feeling of the sickness that you're fighting against. നീ ഇന്ന് രാത്രികാലം നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തിന്റെ കെടുതികളെ ഇന്ന് രാത്രികാലം യേശു മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? But tonight I want to remind you that Jesus is all sufficient. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം മനസ്സിലാക്കുക, യേശു എല്ലാറ്റിനേക്കാളും മതിയായവനാണ്. Hallelujah. Hallelujah. If you believe that he's here tonight to touch your need, I want you to stand to your feet. ഇന്ന് രാത്രികാലം ഒന്ന് വിശ്വസിക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ പ്രശ്നത്തെ തൊടാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്നില്ല, ചാടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം യേശുവിന്റെ നാമത്തിൽ. Oh yes, he cares. Oh yes, he cares. നിന്നെ കരുതുന്ന ഒരു കർത്താവ്. Oh yes, he hears you. നിന്നെ കേൾക്കുന്ന ഒരു കർത്താവ്. You can cry to him in the morning.
ഇന്ന് രാത്രികാലം നിന്റെ ഏകാന്തതകളെ നിന്റെ നിരാശകളെ അറിയുന്ന കർത്താവ്. You can cry out to him at midnight. ഇന്ന് രാത്രികാലം നിനക്ക് അവനോട് കരയാം. And the Lord is always standing by for you. നിന്നെ സമീപം നിൽക്കുന്ന എപ്പോഴും നിൽക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ഉഠാമന ശബ്ദന ജലാദന. Glory, hallelujah. If you believe that Jesus is God and has the power to touch you, യേശു ദൈവമാണ്, യേശുവിന് ശക്തിയുണ്ട് നിന്നെ തൊടുവാനെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? and if you believe that Jesus is human and he has the ability to feel your infirmity, യേശു പൂർണ്ണ മനുഷ്യനാണ്. അതുകൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാനുഷിക നിലയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള യേശുവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? I want you to come to this altar tonight and cast all of your cares upon him. അങ്ങനെയാണെങ്കിൽ മുന്നോട്ടൊന്ന് വന്നാട്ടെ. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊടുത്തിട്ടൊന്ന് മുന്നോട്ട് വന്നാട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. ലജ്ജിക്കാതെ മുന്നോട്ട് കടന്നു വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി കർത്തദാസൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Bring your burden to the Lord tonight. ഇന്ന് രാത്രികാലം നിന്റെ ഭാരങ്ങളും ഈ യാഗപീഠത്തിന് മുമ്പിലേക്ക് കടന്നു വരിക. Don't carry this burden all week long. Give it to him tonight. ഇന്ന് രാത്രികാലം നീ മടങ്ങി പോകുമ്പോൾ നിന്റെ ഭാരം വഹിച്ചുകൊണ്ട് നീ മടങ്ങി പോകരുത്. ഇന്ന് യേശുവിലേക്ക് അത് ഇടാ. ഉഠാമന ശംഭന ജഗൽഘടമന ഗച്ഛസ്യ.